നഗരത്തിലെ ഏറ്റവും ധനികനായ ആൺകുട്ടിയെ ഗണിതത്തിൽ തോൽപ്പിച്ചത് അവന്റെ അധ്യാപകനാണ്. കാരണം പരീക്ഷയിൽ അവൻ 2+2 22 തുല്യമാണെങ്കിലും ശരിയായ ഉത്തരം തീർച്ചയായും 4 എന്നായിരുന്നു. എന്റെ ഓരോ കൈയിലും 2 മാർക്കറുകളുണ്ടോ എന്ന് അധ്യാപകൻ അവനോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടിക്ക് അത് മനസ്സിലാകാൻ വിസമ്മതിച്ചു. ദേഷ്യത്തോടെ അവൻ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം അവന്റെ മാതാപിതാക്കൾ സ്കൂളിലെത്തി. ഞങ്ങളുടെ മകന്റെ ഉത്തരം പൂർണ്ണമായും ശരിയാണെന്ന് അവർ ടീച്ചറോട് പറഞ്ഞു. അവർക്കിടയിൽ ഒരു ചൂടേറിയ തർക്കം ഉടലെടുത്തു. കോപത്തിന്റെ മൂർച്ചയിൽ കുട്ടിയുടെ അമ്മ ടീച്ചറെ അടിച്ചു. പ്രിൻസിപ്പൽ അന്വേഷണം ആരംഭിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, അത് ടീച്ചറുടെ തെറ്റാണെന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി. വിഷയം പെട്ടെന്ന് വഷളായി. താമസിയാതെ നഗരം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. 2+2 4 തുല്യമാണോ 22 തുല്യമാണോ എന്ന് വാർത്താ ചാനലുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ മീമുകളും ചർച്ചകളും കൊണ്ട് നിറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ടായിരുന്നു. വിഷയം വളരെ വലുതായി. അത് കോടതിയിൽ പോലും എത്തി. ഒരു നീണ്ട വാദം കേട്ടതിനു ശേഷം ടീച്ചറെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ടീച്ചർക്ക് സ്കൂളിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. അവളെ പിരിച്ചുവിട്ടതായി അവർക്ക് വിവരം ലഭിച്ചു. പിറ്റേന്ന് രാവിലെ അധ്യാപകൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ വിളിച്ചിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ അധ്യാപകനെ ഞങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുകയാണ്. പക്ഷേ അവർ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ ശമ്പളം നൽകും. കഴിഞ്ഞ മാസത്തെ ശമ്പളം $2000 ആണ്. ഈ മാസത്തെ ശമ്പളവും $2000 ആണ്. അതിനാൽ അവർക്ക് ആകെ $4000 ലഭിക്കും. ഇത് കേട്ടപ്പോൾ അധ്യാപകൻ പുഞ്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, സർ $2000 + $2000 കൂടി ചേർത്താൽ $22,000 ആകും അല്ലേ? ആ നിമിഷം തന്നെ അധ്യാപകൻ കൃത്യമായി തിരിച്ചടിച്ചു.